നമസ്തേ. ഫിസിക്സ് അൺലിമിറ്റഡിൻ്റെ 16ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ ഒരു ഡൈപോൾ എന്താണ് എന്നും ആ ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നുമൊക്കെ നാം കണ്ടു. ഇനി ഈ ഡൈപോളിനെ എക്സ്റ്റേണലായ മറ്റൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അപ്പോൾ ആ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ചാർജ് Q എന്നൊരു ചാർജ് വെച്ചാൽ അതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, പ്രത്യേകിച്ച് വരയ്ക്കാനുള്ള സൗകര്യത്തിനാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞത്. Q എന്ന് പറയുന്ന ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്നുള്ളത് മറ്റൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്ന അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെയായിട്ടൊരു +1 കൂളം വെച്ചാൽ ഇതിൽ നിന്നും ഒരു റിപ്പൾഷൻ ഇങ്ങോട്ട് വരും. ഇവിടെയാണ് വയ്ക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് വരും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് നാം കണ്ടിരുന്നു. ഇനി ഇതിനിടയിൽ വെച്ചാൽ ഇങ്ങനെയും വരാം. അങ്ങനെ എക്സ്റ്റേണലായിട്ടുള്ള രണ്ടാമത്തെ ചാർജിൽ അതും പോസിറ്റീവ് ഇതും പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൾഷൻ ആയതുകൊണ്ട് ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരയ്ക്കുന്ന ആരോസാണ്. ഇതെല്ലാം നാം നേരത്തെ കണ്ടിരുന്നു. ഇനി യൂണിഫോം എന്താണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഇത്രയും ഭാഗത്ത് എവിടെയെങ്കിലും നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഈ ഫീൽഡ് ലൈൻസ് ഈ ചാർജിനോട് അടുത്തുള്ള ഭാഗത്ത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട്, അതായത് എണ്ണം വളരെ കൂടിയും, ചാർജിൽ നിന്നും അകലെ നോക്കുകയാണെങ്കിൽ അവയുടെ എണ്ണം വളരെ കുറഞ്ഞു ആയിട്ട് കാണാം. അതേസമയം ഇത് വളരെ അകലെയാണെങ്കിൽ നമുക്ക് ഈ വരകളെ ഇങ്ങനെ വളരെ നീട്ടി ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ കൂടി ഉള്ളതാണെങ്കിലും നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ ഏതാണ്ട് പാരലൽ ലൈൻസ് ആയിട്ട് നമുക്ക് തോന്നും. ഈ ഓരോ ലൈനും ചാർജിൽ നിന്നും വളരെ അകലെ എത്തുമ്പോഴേക്കും പാരലായിട്ട് പോകുന്നത് പോലെ തോന്നും. അതുകൊണ്ട് വളരെ ഡിസ്റ്റൻ്റായ ഒരു ചാർജോ അല്ലെങ്കിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടോ ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് ലൈൻസ് പാരലലാണ്. ഈ ലൈൻസ് പാരലാകുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാനൊരു +1 കൂളം വെച്ചാൽ അതിനുണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണിത്. ഇവിടെ ഒരു +1 കൂളം വെച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ഇത്. ഇവിടെ വെച്ചാലും അതേ ഡയറക്ഷനാണ്. എന്ന് മാത്രമല്ല, പാരലൽ ലൈൻസ് ആകുമ്പോൾ, അതായത് ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ, മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും അതിൻ്റെ താഴെയാണെങ്കിലും ഈ അകലം, ചാർജിൽ നിന്നുള്ള അകലം ഒന്ന് തന്നെ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ അനുസരിച്ച് KQ/R² എന്ന് പറയുന്നതിനകത്തെ R, ഈ അകലം തുല്യമാണ്, അതിൻ്റെ ഡയറക്ഷനും തുല്യമാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തുല്യമാണ്. അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും തുല്യമായതുകൊണ്ട് അത് യൂണിഫോം, ഒരേപോലെയാണ്. ഇവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും യൂണിഫോം ഒരേപോലെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. അതായത് ചാർജ് അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിലും ആകാം. വളരെ അകലെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അതിനെ നാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള പാരലൽ ആയിട്ടുള്ള ലൈൻസ് അല്ലെങ്കിൽ ആരോസും ഉണ്ടായിരിക്കും. ഇനി ഇങ്ങനെയുള്ള ഒരു ഫീൽഡിൽ ഒരു ഡൈപോൾ വച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് E എന്നെഴുതിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാരലലായിട്ടുള്ള ലൈൻസാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പരീക്ഷയ്ക്ക് ഇവിടെ വരയ്ക്കുകയൊന്നും വേണ്ട, പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് എവിടെയോ വളരെ ശക്തമായ ഒരു ചാർജ് അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതും പോസിറ്റീവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരച്ചിരിക്കുന്നത്. വളരെ ദൂരെയായിരുന്ന ചാർജ് ആയതുകൊണ്ട് ഇവിടെ വന്നപ്പോഴേക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലലായി. അതുകൊണ്ട് നമ്മൾ ഇതിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഡൈപോൾ, നെഗറ്റീവ് ചാർജ്
ഇവിടെയും പോസിറ്റീവ് ചാർജ് ഇവിടെയും, അതായത് മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും ആയിട്ടൊരു ഡൈപോൾ നമുക്കുണ്ട്. അത് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതായത് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് എന്ന് പറയാൻ കാരണം, നമുക്കിപ്പോൾ ഈ സൈഡിൽ ഒരു പോസിറ്റീവ് ചാർജ് എവിടെയോ ഉണ്ടെന്ന് നാം പറഞ്ഞു. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് നമ്മൾ സിംഗിൾ നെഗറ്റീവ് ചാർജ് വെച്ചാൽ അതും ഒരു ഡൈപോളിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കും. അങ്ങനെയല്ല, ഇവിടെ ഇത് മാത്രമായിട്ട് ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനെ എടുത്തു മാറ്റിയാലും നമുക്കൊരു ഡൈപോൾ ബാക്കി വരണം. അതായത് ഒരു മൈനസ് ക്യൂവും ഒരു പ്ലസ് ക്യൂവും ചേർന്ന ഒരു ചെറിയ സിസ്റ്റം നമുക്കുണ്ട്. അത് തമ്മിലുള്ള അകലം 2a ആണ്. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഡൈപോളിന് ലെങ്ത് ഇൻറ്റു ഡൈപോളിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2a ഇൻറ്റു q എന്ന് പറയുന്നതിനെ ഡൈപോൾ മൊമെൻറ്റ് p എന്ന് പറയും എന്നുള്ളത്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആ വെക്റ്ററിൻ്റെ സൈൻ എന്ന് പറയുന്നത് മൈനസിൽ നിന്ന് പ്ലസിലേക്കാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു പോസിറ്റീവ് 1 കൂളം ചാർജ് എവിടെയെങ്കിലും വച്ചാൽ ആ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് E ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മൈനസ് ക്യൂ വച്ചാൽ E ഇൻറ്റു ക്യൂ മൈനസ് സൈൻ E ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആ ചാർജിന് അനുഭവപ്പെടും. ഇവിടെ E ഇൻറ്റു ക്യൂ അത് പ്ലസ് ആയതുകൊണ്ട്, ചാർജ് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഫോഴ്സ് അവിടെയും അനുഭവപ്പെടും. ഇത് മൈനസും നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്ത് എവിടെയോ ഉള്ള ആ പോസിറ്റീവ് ചാർജും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെഗറ്റീവ് ആ സൈഡിലാകാം. അതുകൊണ്ട് ഈ ഫോഴ്സ് ഇങ്ങോട്ടും. അപ്പോൾ നാം കണ്ടു, ഈ ഡൈപോളിൽ മൈനസ് ഇ ക്യു എന്ന് പറയുന്ന ഫോഴ്സും പ്ലസ് ഇ ക്യു എന്ന് പറയുന്ന ഫോഴ്സും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സ് ഓൺ ദി ഡൈപോൾ എന്ന് പറയുന്നത് മൈനസ് ഇ ക്യു പ്ലസ് ഇ ക്യു എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു കാര്യം, ഇവിടെ ഇ ക്യു എന്ന് പറയുന്ന നെഗറ്റീവ് ഇ ക്യു എന്ന് പറയുന്ന ഈ ഫോഴ്സ് അനുഭവപ്പെടുന്ന ഈ ലൈനിൽ കൂടിയാണ്. ഈ പോസിറ്റീവ് ഇ ക്യു ഇങ്ങോട്ട് മാറിയാണ്. അതായത് ഇത് തമ്മിൽ ഇത്രയും അകലത്തിലാണ് രണ്ട് ഫോഴ്സുകൾ അനുഭവപ്പെടുന്നത്. അതേസമയം രണ്ട് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സുകൾ ഇങ്ങനെ ഒരേ ലൈനിൽ കൂടി ആയിരുന്നെങ്കിൽ അവ തമ്മിൽ ക്യാൻസലായി പോയേനെ. ഇവിടെ അത് വരില്ല. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡൈപോളിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നു, മറ്റേ ഭാഗത്ത് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉണ്ടാകുന്നത് ഡൈപോളിന് ഒരു റൊട്ടേഷൻ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ആ റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് പറയാം അതിന് ഒരു ടോർക്ക് അനുഭവപ്പെടുന്നു. ഈ ടോർക്ക് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇ ക്യു ആണ്. ഇവിടെ മൈനസ് ഇ ക്യു, അവിടെ പ്ലസ് ഇ ക്യു, അത് മാറ്റമില്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ അകലമാണ്. ആ അകലം എത്രയുണ്ട് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിലെ ഈ സൈഡ് ഹൈപ്പോട്ടിന്യൂസ് ആണ്. അതായത് ഡൈപോൾ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഡൈപോൾ ഈ ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ ഈ ലൈനും ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനും ഇവിടുത്തെ നമ്മുടെ ട്രയാങ്കിളിൻ്റെ താഴത്തെ ബേസും പാരലലാണ്. അതുകൊണ്ട് ഇത് ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും ആംഗിൾ തീറ്റയായിരിക്കും. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ തീറ്റയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് ട്രിഗ്നോമെട്രിയിൽ നിന്ന് നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റയാണ്. ഇവിടുത്തെ സൈൻ തീറ്റ
എന്ന് പറയുന്നത് ഇതിൻ്റെ വെച്ചിട്ട് എടുക്കാം. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 2a എടുക്കാം. അതുകൊണ്ട് ഈ Q എന്ന് പറയുന്ന ഈ ഫോഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻറ്റു 2a സൈൻ തീറ്റ എന്നെടുക്കാം. ഇതിലെ 2aq നമുക്ക് ഒരുമിച്ചെടുക്കാം. ഇൻറ്റു ഇ സൈൻ തീറ്റ. 2aq എന്താണെന്ന് നമുക്കറിയാം, ഡൈപോൾ മൊമെൻറ്റ്. സോ പി ഇ സൈൻ തീറ്റ. ഇതിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ടോർക്ക് ഈക്വൽസ് പി ക്രോസ് ഇ എന്നെഴുതാം. വെക്റ്റർ ഫോം എന്ന് പറയുമ്പോൾ മുകളിൽ ആരോ മാർക്ക് കാണും. സോ ടോർക്ക് റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് നമുക്ക് നോക്കാനായിട്ട് പി സൈൻ തീറ്റയാണ്. അതിൻ്റെ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ പി ക്രോസ് ഇ ആണ്. ഇവിടെ ഒരു ചെറിയ കാര്യം, ട്രിഗ്നോമെട്രിക് ആയിട്ടുള്ള ഈ വെക്റ്റർ പ്രോഡക്റ്റിൽ നമ്മൾ ക്രോസ് സൈൻ ഇട്ടിട്ടുണ്ട്. ചില കുട്ടികൾക്ക് ചില സംശയം തോന്നും, സൈൻ തീറ്റയ്ക്കാണോ കോസ് തീറ്റയ്ക്കാണോ ഈ ക്രോസ് എന്നൊക്കെയുള്ളത്. അതായത് വെക്റ്റേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും രണ്ട് കാര്യമുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. ഇവിടെ സൈൻ തീറ്റ കണ്ടുപിടിക്കുന്നത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇടുക, അത്രയേ ഉള്ളൂ കാര്യം. പി സൈൻ തീറ്റ, അവിടെ ആ പി വെക്ടറാണ്, ഈ വെക്ടറാണ്. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പി ക്രോസ് ഇ. അവിടെ ആ കാര്യം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എത്രയുണ്ട്, ഇത് ഈ ഡൈപോൾ അവസാനം എങ്ങനെ വന്ന് നിൽക്കും, ഇതും കൂടി ഒന്ന് നോക്കാം. സൈൻ തീറ്റ എന്നതിൻ്റെ വാല്യൂ മാറുന്നത് തീറ്റ 0 വരുമ്പോൾ സൈൻ തീറ്റ 0, തീറ്റ 90 ഡിഗ്രി വന്നാൽ സൈൻ തീറ്റ 1, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ തീറ്റ 180 വരുമ്പോൾ ഒക്കെ ഉള്ളത് പിന്നെയുണ്ട്, അത് -1 വരും. ആദ്യം ഇത് രണ്ടും മാത്രം നോക്കാം. അപ്പോൾ ഈ ഫോഴ്സ് കൊണ്ട് ഇത് നെഗറ്റീവും ഇങ്ങേ സൈഡിലുള്ളത് പോസിറ്റീവും ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ കൊണ്ട് ഇത് ഇങ്ങനെ വന്നിട്ട് നേരെ വന്ന് അലൈൻ ചെയ്തിങ്ങനെ നിൽക്കും. അതായത് -q ഇവിടെയും +q ഇവിടെയുമായിട്ട് ഈ ഡൈപോൾ ഇങ്ങനെ നിൽക്കും. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നാം പറഞ്ഞിരുന്നു -qവിൽ നിന്നും +qവിലേക്കാണ്. അതുകൊണ്ട് പിയുടെ ഡയറക്ഷനും ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഇയുടെ ഡയറക്ഷനും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പിയുടെ ഡയറക്ഷനും വന്നു എന്ന് പറഞ്ഞാൽ ആംഗിൾ വരുന്നത് 0 ആണ്, സൈൻ തീറ്റ 0 ആണ്, ടോർക്ക് 0 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീറ്റ 0 ടോർക്ക് 0 എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ഇഫക്റ്റ് ഇല്ല. അതായത് നമ്മൾ തുടങ്ങിയത് ഒരു തീറ്റ ആംഗിളിലാണ്, ഇപ്പോൾ അത് മാറി 0 എത്തിക്കഴിഞ്ഞപ്പോൾ റൊട്ടേഷണൽ ഇഫക്റ്റ് പിന്നീട് കൂടുതലുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പാരലലായിട്ട് ഇത് രണ്ടും വന്നാൽ പിന്നെ അത് അനങ്ങില്ല. അപ്പോഴും അവിടെ ഫോഴ്സ് ഉണ്ട്. -EQ എന്ന് പറയുന്ന ഫോഴ്സ് ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുണ്ട്, +q ഇവിടുന്ന് അങ്ങോട്ടുമുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, -EQ ഇവിടെയാണെങ്കിൽ +EQ ഇവിടെയാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഒരേ ലൈനിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഫോഴ്സ് ആയതുകൊണ്ട് അവ തമ്മിൽ ക്യാൻസലായിപ്പോയി. അപ്പോൾ ഒരു ബോഡിയിൽ ഫോഴ്സ് അനുഭവപ്പെടുകയും എന്നിട്ടും അതിന് ചലനമുണ്ടാകുന്നില്ല എന്നുള്ള അവസ്ഥയാണെങ്കിലാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡൈപോളിൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, -EQ ഉണ്ട്, +EQ ഉണ്ട്. പക്ഷേ ഡൈപോളിന് ചലനം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഡൈപോൾ സ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. ഇനി തിരിച്ചൊന്ന് നോക്കുക, 90 ഡിഗ്രിയിലാണ് ഡൈപോൾ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുകയാണ്. ഈ 90 ഡിഗ്രി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്
ഇവിടെ മൈനസ് ഇ ക്യു ഇങ്ങോട്ട് പ്ലസ് ഇ ക്യു ഇങ്ങോട്ട്, ആംഗിൾ വന്നിട്ട് 90 ഡിഗ്രി വന്നു. 90 ഡിഗ്രി ആംഗിൾ എന്ന് പറയുമ്പോൾ സൈനിൻ്റെ വാല്യൂ 1 വന്നു, മാക്സിമം ഫോഴ്സാണ്. അപ്പോൾ ടോർക്ക് റൊട്ടേഷണൽ ഇഫക്റ്റ് മാക്സിമം ഉണ്ട്. അതുകൊണ്ട് ഇത് ഹൈലി അൺസ്റ്റേബിളാണ്. അതായത് ഇങ്ങനെ നേരെ തിരിച്ചു വെച്ചാൽ ടക്കെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കറങ്ങി വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് അത് അൺസ്റ്റേബിളാണ്. ഇനി അടുത്തൊരു കണ്ടീഷൻ നോക്കാം. ഈ മൈനസ് ചാർജിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, പ്ലസ് ചാർജിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ടായി. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വന്നു, ഡൈപോൾ മൊമെൻറ്റ് മൈനസിൽ നിന്നും പ്ലസ് ക്യൂവിലേക്ക് എന്ന് പറയുമ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് ഇവ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി വന്നു. അപ്പോൾ ഫോഴ്സ് അനുഭവപ്പെടുന്ന എങ്ങനെ വരുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരേ ലൈനിൽ കൂടിയാണ് ഫോഴ്സ്. പക്ഷേ ഇവിടുന്നും ഉണ്ടാകുന്നത് റിപ്പൾഷനാണ്. അതായത് ഈ പോസിറ്റീവ് ചാർജ് ഇവിടുത്തെ പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നു, അവിടെയുള്ള നെഗറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നു. പക്ഷേ ഒരേ ലൈനിൽ കൂടിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കറക്റ്റ് സ്ട്രൈറ്റ് ലൈനിൽ ഇതിന് പാരലായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ കംപ്രസീവ് ഇഫക്റ്റ് അതിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും അത് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റൊട്ടേഷണൽ ഇഫക്റ്റ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡൈപോളിൻ്റെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലുള്ള 3 കണ്ടീഷൻസാണിത്. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും പാരലലാണ്. അപ്പോൾ ആംഗിൾ 0 വന്നു. ടോർക്കിൻ്റെ ഇക്വേഷൻ പി ഇ സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 0 ആകും. ടോർക്ക് 0 ആയി. അതായത് ഡൈപോളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ഇ ക്യു പ്ലസ് ഇ ക്യു എന്ന് പറയുന്ന ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് ഒരേ ലൈനിലായതുകൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിലായിരിക്കും ഈ ഡൈപോൾ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയത് 90 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ 90 ഡിഗ്രി വരുന്നു എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, ഡൈപോൾ അതിനെ നോർമലായിട്ട് വെച്ചിരിക്കുന്നു. സൈൻ തീറ്റ 1 വരും, ടോർക്ക് മാക്സിമം വരും, പി ഇൻറ്റു ഇ. ടോർക്ക് മാക്സിമം എന്ന് പറയുമ്പോൾ നേരെ നിൽക്കുന്ന വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഡൈപോൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് ഈ ഇലക്ട്രിക് ഫീൽഡിന് പാരലലായി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് പോകാനുള്ള ടെൻഡൻസി മാക്സിമമാണ്. പിന്നെ പറഞ്ഞത് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ആകുന്നു. അതായത് 180 ഡിഗ്രിയിൽ വരുന്നു. സൈൻ തീറ്റ എന്ന് പറയുന്നത് അപ്പോഴും 0 വരും. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, ഇവിടെ ഒരേ ലൈനിലാണ് ഫോഴ്സെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ മാറി. അപ്പോഴും നമുക്ക് പറയാം ടോർക്ക് അഥവാ റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് 0 ആണ്. പെർഫെക്റ്റായിട്ട് 180 തന്നെയാണെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും ഉടനെ തന്നെ അത് തിരിച്ച് കറങ്ങി വരും. അപ്പോൾ ഇതിനെ നമുക്ക് ആൻറ്റി പാരലലാണെന്ന് പറയാം. ഈ ആൻറ്റി പാരലലിലുള്ളത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. കാരണം ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് മാറും, കണ്ടീഷൻ മുഴുവൻ മാറും. അതേസമയം ഇത് പാരലലാണ്, അവിടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. ഇതാണ് 3 കണ്ടീഷൻസ്. ഇനി നാം പറഞ്ഞിരുന്നു ഡൈപോൾ എന്നാൽ ആറ്റം മാത്രമല്ല മോളിക്യൂൾസും ഡൈപോൾ ഇഫക്റ്റ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം H2O. അതായത് ഒരു ഓക്സിജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജൻ ആറ്റംസ് വളരെ ചെറുതാണ്, കാരണം ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഉള്ളൂ. ഓക്സിജൻ അങ്ങനെയല്ല. ഇങ്ങനെ വരുമ്പോൾ ഈ വാട്ടർ മോളിക്യൂളിൻ്റെ ചാർജ് സെൻറ്ററുകൾ ഒരേ പോയിന്റിൽ വരില്ല. അതുകൊണ്ട് അതിനൊരു ഡൈപോൾ ഇഫക്റ്റ് ഉണ്ട്. നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നതിനകത്ത് 70% വെള്ളമാണ് എന്ന് പറയുമ്പോൾ ഈ ഡൈപോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഡൈപോൾസ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വന്നാൽ എന്തൊക്കെയാണ് അതിനുണ്ടാകാവുന്ന ഇഫക്റ്റുകൾ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്ന എല്ലാ ഡൈപോൾസും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക അലൈൻമെൻറ്റിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ആ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള വ്യക്തിയിലാണെങ്കിൽ അതിനൊരു പ്രത്യേക രീതിയിലായിരിക്കും. അതേസമയം ശരീരത്തിലോ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ അകത്തോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ട്യൂമർ പോലെയുള്ള ഡെഡ് സെൽസ് ഒക്കെ ഉള്ളിടത്താണെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് ഡൈപോൾ മൊമെൻറ്റിൻ്റെ അലൈൻമെൻറ്റിന് മാറ്റം വരാം. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പഠിക്കുന്ന ഈ തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഡയഗ്നോസ്റ്റിക്സിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളത്. MRI സ്കാനിങ്, CT സ്കാനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരുപാട് സ്കാനിങ് മെത്തേഡ്സ് ഉണ്ട്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് MRIയുടെ അർത്ഥം. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവരുന്നു. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അത് നമ്മുടെ +2 സിലബസിൻ്റെയൊക്കെ ഒരുപാട് മുകളിലുള്ള കാര്യമാണ്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ഈ ഡൈപോൾ എന്ന് പറഞ്ഞ് നാം ഇപ്പോൾ പഠിക്കുന്നത് ഡയഗ്നോസ്റ്റിക്സിൽ വരെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു.